ഹലോ എവരി വൺ. ഇത് ഞങ്ങളുടെ വെയിൽസിൽ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ ഉടനെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. നല്ല സൂര്യവെളിച്ചത്തിൽ ക്യാരവാനൊന്ന് നല്ലപോലെ കാണാമെന്ന് കരുതി. അങ്ങനെ അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. നല്ല വിശാലമായ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ ലാൻഡ് ലോഡ് തലേദിവസം തന്നെ പറഞ്ഞായിരുന്നു അവിടെ ഗ്രൗണ്ടിൽ കുറേ വൈൽഡ് റാബിറ്റ്സ് ഇറങ്ങുമെന്ന്. പക്ഷെ ഞാനപ്പോൾ ഒന്നും വിശ്വസിച്ചൊന്നുമില്ല. പക്ഷെ രാവിലെ എണീറ്റ ഉടനെ പുറത്ത് ക്യാരവാൻ്റെ അടിയിൽ നിന്ന് തന്നെ 5-6 വൈൽഡ് റാബിറ്റ്സ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ പെട്ടെന്നൊരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. റെഡിയായി ഞങ്ങൾ കാറിൽ കയറി. പിന്നെ എല്ലാം സെറ്റായിരുന്നു. ഞങ്ങൾ നേരെ പുറത്തേക്ക് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ അപ്പം തീരുമാനിച്ചു കാർഡിഗൻ ബേ ബീച്ചിലേക്ക് പോകാമെന്ന്. പോകുന്ന വഴി കാർഡിഗൻ ബേയിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടുത്തെ വീടുകളെല്ലാം ഡിഫറെൻറ്റ് കളറിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീടുകളാണെന്നൊക്കെ. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. കണ്ടില്ലേ? നല്ല രസമില്ലേ കാണാൻ? കുറച്ചും കൂടെ മൂവ് ചെയ്തപ്പോൾ നല്ല ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ റിയലി എൻജോയ് ചെയ്തു. നേരെ പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്ന സൈഡിൽ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഡ്രൈവർ സൈഡിലേക്ക് എൻ്റെ കൈ നീട്ടി ഒരു വീഡിയോ എടുത്തപ്പോൾ കിടക്കുന്നു കെട്ടിയൻ്റെ ഡയലോഗ്. ഫോൺ കൺമുന്നിൽ നിന്ന് വാങ്ങിയില്ലെങ്കിൽ നേരെ വണ്ടി പോകുന്നത് ബീച്ചിലേക്കായിരിക്കും. പിന്നെ ബീച്ചിൽ പോകേണ്ട ആവശ്യം വരികയല്ലോ. എന്തു വെച്ചാൽ ഞാൻ പിന്നെ നേരെയുള്ള വ്യൂ ഒക്കെ എടുത്ത് ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് എത്തി. അവിടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയത് പാർക്കിംഗ് ആയിരുന്നു കേട്ടോ. പാർക്കിങ്ങിന് ഒട്ടും സ്പേസ് ഇല്ലായിരുന്നു. അവിടെ കുറേ ആൾക്കാർ വന്നിരിക്കുന്നതുകൊണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാർക്കിംഗ് സ്പേസ്. അതിന് ഓരോ കിലോമീറ്റർ അനുസരിച്ച് കാർ പാർക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് സ്പേസും ഇല്ല. ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ യെല്ലോ ലൈനും. ആ യെല്ലോ ലൈനിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 35 പൗണ്ടാണ്. ഒരു 35 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയിൽ 3500 രൂപ ഫൈൻ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി കൊണ്ട് തേരാപ്പര അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ തിരപ്പര മാത്രം വണ്ടി കൊണ്ട് മാത്രമല്ല കാലും കൊണ്ടും നടന്നുന്ന വല്ല സ്പേസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ട് ഒരിടത്തും കിട്ടില്ല. പിന്നെ ഒരു മലയുടെ മുകളിൽ ഞങ്ങൾക്കൊരു സ്പേസ് കിട്ടി. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു താഴേക്ക് നടക്കാൻ വേണ്ടി. പിന്നെ ഇതിനെ സ്ട്രോളിലും തള്ളി ഞങ്ങൾ സംസാരിച്ചും ഫോട്ടോ എടുത്തും അങ്ങ് എങ്ങനെയോ താഴെ വരെ എത്തി. ബീച്ച് സൈഡിൽ ഞങ്ങൾ നോക്കിയപ്പം കുറേ പബ്ബുണ്ടായിരുന്നു. പബ്ബിൽ പകൽ തന്നെ കുറേ ബിയറും അടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ. ഞങ്ങൾ പിന്നെ രാവിലെ ബിയറൊന്നും അടിക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ച് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് ഞങ്ങളവിടെ ഇരുന്നു. പക്ഷേ ഇറങ്ങാൻ പറ്റിയൊരു സാഹചര്യമല്ല. ജെല്ലി ഫിഷെല്ലാം അടിഞ്ഞുകൂടിയേ ചീഞ്ഞ സ്മെല്ലുണ്ടായിരുന്നു. എന്തായാലും ബീച്ചിൽ വരെ വന്നതല്ലേ ഇറങ്ങിയേക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി. അവിടെ നോക്കിയപ്പോൾ സ്റ്റോൺസൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നി. ഒരു ഉണ്ട സ്റ്റോൺസൊക്കെ. അവിടെ നിന്ന് 2 സ്റ്റോൺസും പൊക്കിയെടുത്തു. പെയിൻ്റ് അടിക്കാമെന്നുള്ള ധാരണയിൽ എടുത്ത് പൊക്കി. അത് ഇനി എന്നത്തേക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും എന്നുള്ളതൊന്നും മനസ്സിലായില്ല. അവിടെ പിന്നെ കുറേ വ്യൂ എടുത്തു, കുറച്ച് റീൽസും എടുത്തു, ഫോട്ടോസും എടുത്ത് ഞങ്ങൾ സ്ട്രോളറും തള്ളി മുകളിലേക്ക് നടപ്പ് തുടങ്ങി. നടന്ന് മുകളിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ കാര്യം പിന്നെ ഒരു ഷെൽ ഷോപ്പ് കണ്ടു. പിന്നെ അവിടെ കയറി ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റിന് വേണ്ടിയിട്ട് എനിക്ക് പറ്റിയ ഒരെണ്ണം തപ്പി കണ്ടുപിടിച്ച് അവിടെ നിന്ന് എടുത്തു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ കുറേ കീസൊക്കെ ഒരു ഗേറ്റിൽ തൂക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് ലവ് ലോക്ക് എന്നാണ് പറഞ്ഞത്. ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ തന്നെ സമയം 2 മണി കഴിഞ്ഞു. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് ഫുഡുണ്ടാക്കി അവൾക്ക് കൊടുത്തപ്പോൾ ഉള്ള സന്തോഷമാണ് ആ കാണുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അടുത്ത ഓട്ടം. പിന്നെ അവൾക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അവളെ അവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് ബൂട്ട്സിൽ കയറി കുറച്ച് മേക്കപ്പിന് പറ്റിയ സാധനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് കയറി. അവിടെ ചെന്നപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ തന്നെ കൺഫ്യൂസ്ഡാണ് ഏത് റോയിലാണോ ഉള്ളത് അറിയത്തില്ല. ഇത് കുറേ പെർഫ്യൂം സെറ്റാട്ടോ. പിന്നെ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ വെബ്സൈറ്റ്സിൽ നോക്കിയപ്പോൾ ഭയങ്കര പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. സോ ഞാൻ അത് വാങ്ങാണ്ട് തിരിച്ച് പോന്നു. എനിക്ക് ആവശ്യമുണ്ടായിരുന്ന സാധനത്തിന് കടയിൽ 19 പൗണ്ടും ഓൺലൈനിൽ അതിന് 9 പൗണ്ടും. അപ്പം ഡിഫറൻസ് നോക്കിയപ്പോൾ ഓൺലൈൻ തന്നെ ആണ് ബെറ്റർ എന്ന് തോന്നി. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. തിരിച്ച് വന്ന് കുറച്ച് ഈവനിങ്ങിൽ കുറച്ച് ഷട്ടിൽ ഒക്കെ കളിച്ചു ആ ഗ്രൗണ്ടിൽ. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ ബാർബിക്യൂവിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ, സീ യു, ബൈ ബൈ.